പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടും. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈനവും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് കർത്താവെ ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ലെന്ന്, അവൻ്റെ അതിക്രമങ്ങൾക്ക് അങ്ങ് മോചനം നൽകുമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുവാനും ഭാരത്തിൻ്റെ തുകം അഴിച്ചു വയ്ക്കുവാനും നൽകിയിരിക്കുന്ന ഈ നോൻപുകാലത്ത് സകല തിന്മകളിൽ നിന്ന് മാറി നീതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. തിന്മ പ്രവർത്തിക്കുന്ന മാർഗങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും അതിൽ നിന്ന് പിന്മാറുകൊണ്ട് ജീവനിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ നിലവിളി അങ്ങ് ചെവി ചായച്ച് കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളുടെ കണക്ക് അങ്ങ് കണക്കാക്കരുതേ. അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. ഞങ്ങൾ ഭയഭക്തിയോടെ അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നു. കർത്താവെ, ഞങ്ങളെ ശിക്ഷിക്കരുതേ. രക്ഷയുടെ മാർഗത്തിലേക്ക് നീ നയിക്കുവാൻ കൃപയുണ്ടാകണമേ. ഇന്നത്തെ സുവിശേഷത്തിലൂടെ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് ഞങ്ങളെ ഉറപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, പലപ്പോഴും അകാരണമായി സഹോദരങ്ങളോട് കോപിക്കുകയും അവനെ വിഡ്ഢി എന്ന് വിളിക്കുകയും ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയുകയും ചെയ്യുന്ന ഓരോ നിമിഷത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. രക്ഷയുടെ മാർഗത്തെ തടസ്സപ്പെടുത്തുന്ന, സഹോദരൻ്റെ ജീവനെ തടസ്സപ്പെടുത്തുന്ന, അവൻ്റെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന എൻ്റെ സ്വഭാവത്തെ എടുത്തു മാറ്റി എന്നെ വിശുദ്ധീകരിക്കുവാൻ കർത്താവെ കൃപ നൽകണമേ. നീ ബലിയർപ്പിക്കുവാനായി കടന്നു വരുമ്പോൾ നിൻ്റെ സഹോദരൻ എന്തെങ്കിലും നിന്നോട് ദേഷ്യമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നിൻ്റെ കാഴ്ചവസ്തുക്കൾ നീ അവിടെ വെച്ചിട്ട് അവനുമായി രമ്യപ്പെടുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കർത്താവെ, അവസാനത്തെ ചില്ലിക്കാശ് പോലും കൊടുത്തു വീടാതെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ല നിങ്ങളെ ഓർമ്മിക്കുന്ന ഈ ദിനം, ഈ നോൻപുകാലത്തിലെ ഈ ദിവസത്തിൽ സമ്പൂർണ്ണമായിട്ടും എന്നെ സമർപ്പിക്കും. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് വിശുദ്ധീകരിക്കുവാനും സഹോദരങ്ങളോട് രമ്യപ്പെടുവാനും നീ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.